ഹായ് കൂട്ടുകാരെ, ഏവർക്കും ബൈബിളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഉൽപ്പത്തി 6-ാം അധ്യായത്തെപ്പറ്റി നാം മനസ്സിലാക്കി. ഭൂമി പാപം കൊണ്ട് നിറഞ്ഞിരുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ കൃപ കണ്ടെത്തി. അതാണ് നോഹ. ദൈവം നോഹയോട് ഒരു പെട്ടകം നിർമ്മിക്കുവാൻ കൽപ്പിച്ചു. നോഹ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു, അത് അനുസരിച്ചു. ആ പെട്ടകം നിർമ്മിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ഉൽപ്പത്തി 7, 8, 9 അധ്യായങ്ങളിൽ നിന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് വെറും പ്രളയത്തിൻ്റെ കഥയല്ല, വിധിയുടെ നടുവിലെ രക്ഷയെക്കുറിച്ചും ഇരുട്ടിന് ശേഷമുള്ള പുതിയ തുടക്കത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ്. 37-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു. ദൈവം നോഹയോട് പറയുന്നു, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കുക. നോഹ ഒറ്റയ്ക്കല്ല, നോഹയും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. മൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പെട്ടകത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം, നോഹ പെട്ടകം പണിതത് മഴ വന്നതിന് ശേഷമല്ലായിരുന്നു, മഴയ്ക്ക് മുൻപേ പെട്ടകം പണിതിരുന്നു. നോഹയ്ക്ക് ചുറ്റുമുള്ള ആളുകൾ എന്താണ് പറഞ്ഞതെന്നോ എന്താണ് ചിന്തിച്ചതെന്നോ നമുക്ക് അറിയില്ല. എങ്കിലും നോഹ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു, അത് അനുസരിച്ചു. നോഹയും കുടുംബവും പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. പെട്ടകത്തിനകത്ത് ഒരു ലോകം, പെട്ടകത്തിന് പുറത്ത് ഒരു ലോകം. നോഹയുടെ സുരക്ഷ അവൻ്റെ സ്വന്തം കയ്യിലല്ല, എന്നാൽ ദൈവം അവന് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ രക്ഷയിലാണ്. പിന്നെ ആകാശത്തിൻ്റെ വാതിൽ തുറന്നു, മഴ പെയ്യുവാൻ തുടങ്ങി. 40 പകലും 40 രാവും മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഭൂമിയിൽ വെള്ളം പൊങ്ങി, ഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നശിച്ചു. പെട്ടകത്തിലുണ്ടായിരുന്നവർ സംരക്ഷിക്കപ്പെട്ടു. എന്നാൽ 8-ാം അധ്യായത്തിൽ ദൈവം മഴ നിർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നോഹയ്ക്ക് ഉടനെ പുറത്തിറങ്ങുവാൻ സാധിച്ചില്ല. വെള്ളം കുറയുവാൻ സമയമെടുത്തു. പക്ഷേ പെട്ടകം വെള്ളത്തിന്മീതെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ നോഹ കാത്തിരുന്നു. പല ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കുന്നത്, ദൈവം നമ്മെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചാലും പക്ഷേ അടുത്ത ഒരു വാതിൽ തുറക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. അത് ക്ഷമയോടെ വിശ്വാസത്തോടെ തന്നെ നാം കാത്തിരിക്കണം. ഒരു പക്ഷേ നോഹയ്ക്ക് തോന്നിയിരിക്കാം പെട്ടകം തുറന്ന് വെളിയിലേക്ക് പോകാം. പക്ഷേ നോഹ അത് ചെയ്തില്ല. ദൈവത്തിൻ്റെ സമയത്തിനായി നോഹ കാത്തിരുന്നു. നോഹ ആദ്യം ഒരു മലങ്കാക്കയെ പുറത്തേക്ക് അയച്ചു. പിന്നീട് ഒരു പ്രാവിനെയും അയച്ചു. പ്രാവ് തിരികെ വന്നു. വീണ്ടും 7 ദിവസം കഴിഞ്ഞ് നോഹ പ്രാവിനെ വീണ്ടും അയച്ചു. ഈ പ്രാവശ്യം പ്രാവ് ഒരു പച്ച ഒലിവിൻ്റെ ഇല കൊണ്ടുവന്നു. നോഹയ്ക്ക് മനസ്സിലായി വെള്ളം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രളയത്തിനിടയിൽ ഒരു പച്ച ഇല, അത് വലിയൊരു പ്രതീക്ഷയുടെ ലക്ഷണമായിരുന്നു. ആത്മീകമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പ്രതീക്ഷകളും കണ്ണീരുകളും മാത്രമായിരിക്കാം. ഒരു വഴിയില്ല എന്ന് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷേ ഒരു ചെറിയ പച്ച ഒലിവിൻ്റെ ഇല പോലെ പ്രതീക്ഷയ്ക്കുള്ള അടയാളം നമുക്ക് തരും. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ദൈവം നോഹയോട് അരുളി ചെയ്തു, നീയും നിന്റെ പുത്രന്മാരും പുത്രികളും നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രിമാരും എല്ലാവരും പെട്ടകത്തിന് വെളിയിൽ വരുവീൻ. അങ്ങനെ നോഹയും കുടുംബവും പെട്ടകത്തിന് വെളിയിൽ വന്നു. മൃഗങ്ങളും പക്ഷികളുമെല്ലാം പെട്ടകത്തിന് പുറത്തു വന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമായി. നോഹ പെട്ടകത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീട് പണിതില്ല, തൻ്റെ ജീവിതം എന്താണെന്ന് ആകുലപ്പെട്ടില്ല. അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ദൈവത്തിന് നന്ദി അർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാമും ഇപ്രകാരമായിരിക്കണം. നമ്മുടെ ആരാധനയും നമ്മുടെ നന്ദിയും ദൈവത്തിനുള്ളതായിരിക്കണം. ദൈവം നോഹയോടും തൻ്റെ പുത്രന്മാരോടും ഒരു ഉടമ്പടി ചെയ്തു. ഇനി ഈ ഭൂമി പ്രളയത്താൽ നശിക്കുകയില്ല. അതിനായി ദൈവം ഒരു അടയാളവും നൽകി. അതാണ് മഴവില്ല്. മഴവില്ല് കാണുമ്പോൾ നാം ദൈവത്തിൻ്റെ ഉടമ്പടിയെ ഓർക്കണം. മഴവില്ല് കാണണമെങ്കിൽ മഴയുണ്ടാകണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ നാം കാണുന്നത് നമ്മുടെ ഏറ്റവും വലിയ കണ്ണീരിന് ശേഷമായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ,
മനുഷ്യൻ മാറാം, സാഹചര്യങ്ങൾ മാറാം, കാലം മാറാം, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറുകയില്ല. നോഹയുടെ കാലത്ത് ദൈവം ചെയ്ത ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തൻ്റെ വാക്ക് ഒരു നാളും മാറ്റുകയില്ല, ഒരു നാളും മറക്കുന്നുമില്ല. എന്നാൽ 9-ാം അധ്യായത്തിൽ നാം കാണുന്നത് മറ്റൊരു സംഭവമാണ്. നോഹ മുന്തിരിത്തോട്ടം നട്ടു. അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് നഗ്നനായി കിടന്നു. അവൻ്റെ മകൻ ഹാം അത് കണ്ടിട്ട് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. എന്നാൽ ആ 2 സഹോദരന്മാർ ഷേത്തും യാഫെത്തും തൻ്റെ പിതാവിൻ്റെ മാനത്തെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നോഹ ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യനായിരുന്നു, എങ്കിലും അവന് വീഴ്ചകൾ പറ്റി. ദൈവം ഉപയോഗിക്കുന്ന ആളുകൾ പോലും ബലഹീനതയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മനുഷ്യരിൽ തന്നെ വെക്കാതെ ദൈവത്തിൽ ആയിരിക്കണം. ഉൽപ്പത്തി 7, 8, 9 അധ്യായങ്ങളിൽ നമുക്ക് 3 വലിയ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. 7-ാം അധ്യായത്തിൽ വിധി. പാപത്തിന് ദൈവത്തിൻ്റെ നീതി ഉണ്ടെന്ന് നാം കാണുന്നു. 8-ാം അധ്യായത്തിൽ രക്ഷയും പുതിയ തുടക്കവും. ദൈവം നോഹയെ മറന്നില്ല. 9-ാം അധ്യായത്തിൽ ഉടമ്പടി. ദൈവം തൻ്റെ വാഗ്ദാനം നൽകി. അതിനാൽ ഈ 3 അധ്യായങ്ങളെയും 3 വാക്കുകളിൽ നമുക്കോർക്കാം: വിധി, രക്ഷ, വാഗ്ദാനം. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രളയമുണ്ടായാലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നാം ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുമ്പോൾ പ്രളയത്തിനുമപ്പുറം ഒരു നല്ല തുടക്കമുണ്ടാകും. മഴ കഴിഞ്ഞാൽ മഴവില്ല് കാണും. നമ്മുടെ കണ്ണീരിന് ശേഷം ദൈവം ഒരു പുതിയ വഴി തുറക്കും. ഇന്നത്തെ ബൈബിളിലൂടെ ഒരു യാത്ര എന്ന എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ ഉൽപ്പത്തി 10, 11 അധ്യായങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. ആ യാത്രയ്ക്കായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.